നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് ചൊവ്വ സൃഷ്ടിക്കുന്ന, അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം സൃഷ്ടിക്കുന്ന ഒരു രുചക രാജയോഗമാണ്. ചൊവ്വയുടെ ഒരു ഉൽപാദനം എന്ന പോലെ ചൊവ്വ ഉണ്ടാക്കുന്ന ഒരു യോഗമാണ് രുചക യോഗം അഥവാ രുചക രാജയോഗം എന്ന് പറയും. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നമുക്കറിയാം, ഈ ജ്യോതിഷപ്രകാരം ഏറ്റവും പാപികളിൽ പാപനാണ്. പക്ഷെ ആ ചൊവ്വയുടെ ലഗ്നം അല്ലെങ്കിൽ ചിങ്ങം രാശി, മകരം രാശി ഇങ്ങനെ വരുന്ന നക്ഷത്രക്കാർക്കൊക്കെ, ചൊവ്വയുടെ സ്വക്ഷേത്രം, മൂലക്ഷേത്രം ഇങ്ങനെ വരുന്ന നക്ഷത്രക്കാർക്കും അതിൽ വരുന്ന രാശിക്കാർക്കൊക്കെ ചൊവ്വ വളരെയധികം ഗുണം ചെയ്യും. അപ്പം നല്ല രീതിയിലൊക്കെ ജാതകത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഗുണഫലങ്ങളായിരിക്കും ലഭിക്കുക. ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നതാണ് നമ്മുടെ മിലിറ്ററി ഫോഴ്സ്, അതായത് പോലീസിൽ ജോലി, മിലിറ്ററി ജോലി, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഫോഴ്സ് സംബന്ധമായ എല്ലാ ജോലികളും ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ചൊവ്വ ജ്യോതിഷപ്രകാരം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം സൈന്യാധിപനാണ്. അപ്പം നമ്മൾ ഈ ചാനലിലൂടെ ഇന്ന് അറിയാൻ പോകുന്നത് ചൊവ്വ ഈ സൃഷ്ടിക്കുന്ന ഈ ഒരു രാജയോഗം കൊണ്ട് ഏതൊക്കെ രാശിക്കാർക്കാണ്, അതിൽ വരുന്ന ഏത് നക്ഷത്രക്കാർക്കാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈക്കും ബാക്കി കമൻറ്റുകളൊക്കെ വന്നോട്ടെ. അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്ത വാവിന് അമാവാസിക്ക് ഇവിടെ ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്, അതായത് ജ്യോതിഷ സംബന്ധമായി നോക്കുമ്പോൾ നിങ്ങളുടെ ജാതകം ഇതുവരെ പരിശോധിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ വരാതെ വളരെയധികം ദോഷഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നതെങ്കിൽ, നിങ്ങളുടെ ജാതക പ്രകാരം ഗുണഫലങ്ങൾ ഉണ്ട് എങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ അത് വരുന്നില്ല എങ്കിലും നിങ്ങളൊരു നല്ല അസ്ട്രോളജറെ സമീപിക്കുക. നിങ്ങളുടെ നിങ്ങൾക്ക് എവിടെയാണ്, നിങ്ങളുടെ കർമ്മത്തിലാണോ, നിങ്ങളുടെ വിവാഹ കളത്ര, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണോ പ്രശ്നം, അത് നിങ്ങളുടെ 10ാം ഭാവം, അത് കർമ്മഭാവം, തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ, അല്ലെങ്കിൽ ഒരു ആഗ്രഹം നിറവേറ്റാതെ ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ നിങ്ങൾ ഒരു അസ്ട്രോളജറെ സമീപിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തെ സമീപിച്ചതിന് ശേഷം അത് എവിടെയാണ് അതിൻ്റെ പോരായിക എന്നുള്ളത് നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രുചക യോഗം കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണം ലഭിക്കാൻ പോകുക, ആർക്കൊക്കെയാണ് ഈ ഗുണം ലഭിക്കാത്തത് എന്ന് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല. അപ്പോൾ ഇതിൽ രുചകയോഗം കൊണ്ട് ഈ പ്രാവശ്യം ഏറ്റവും ഗുണം ലഭിക്കുന്ന 3 രാശിക്കാരെയാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ രാശിയാണ് ധനുരാശി. ഈ ധനു രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് രുചകയോഗം ഏറെ ഗുണം ചെയ്യും. അപ്പോൾ രുചകയോഗം ഗുണം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ചൊവ്വ സൃഷ്ടിക്കുന്ന യോഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ചൊവ്വയ്ക്ക് അനുകൂലമായ ഗ്രഹങ്ങളുടെ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണമുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നില്ല. ബാക്കി 2 രാശിയും കൂടി ആണ് പറയാനുള്ളത്. പക്ഷെ വൃശ്ചികം ഇതിലില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ ഒരു രുചകയോഗം കൊണ്ട് ജീവിതത്തിൽ സർവ ജീവിത അഭിലാഷങ്ങളും സാധിക്കും എന്നാണ് കാണുന്നത്. അപ്പൊ ചൊവ്വ സൃഷ്ടിക്കുന്ന യോഗം കൊണ്ട് വളരെയധികം ഗുണഫലങ്ങളായിരിക്കും ധനുരാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇവർക്ക്, അതായത് ഒരു ജോലി, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഞാൻ, ജോലി, അതായത് ഫോഴ്സുകൾ, പോലീസിലോ മിലിറ്ററിയിലോ നേവി, അങ്ങനെ എന്തോ ആ മേഖലകൾ, ഏത് മേഖലയായിക്കോട്ടെ, ചൊവ്വ ഇവർക്ക് അനുകൂലമായി വരുന്നതാണ്. ആ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക്, പോലീസിലൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ ഒരു സമയം അനുകൂലമായി വരുന്നതാണ്. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കണം.
കാരണം ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ എപ്രകാരമാണോ നിൽക്കുന്നത്, നീചാവസ്ഥയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ പറയുന്നതൊക്കെ ഒരു പൊതുഫലമാണ്, പക്ഷെ ജാതക പ്രകാരമായിരിക്കും പൂർണ്ണഫലം ലഭിക്കുക. അപ്പൊ നിങ്ങൾ എന്തായാലും ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക. നിങ്ങൾ പോലീസിലോ മിലിറ്ററിയിലോ ഒക്കെ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ചെറിയ പരിഹാരം കൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് ഉണ്ടാകും. എന്തായാലും ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ചൊവ്വ സൃഷ്ടിക്കുന്ന രാജ്യം കൊണ്ട് ഇത് മാത്രമല്ല സാമ്പത്തിക മേന്മയുണ്ടാകും. അതുപോലത്തെ തന്നെ പുതിയ വീട്, സ്ഥലം വാങ്ങിക്കാനൊക്കെ സാധിക്കുക. വസ്തു വാങ്ങിക്കാൻ ഇതുവരെ വസ്തു ഇല്ലാതെ അത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും, പക്ഷെ ശ്രമം പാഴായി പോവുകയാണ് ഉണ്ടാവുക. അത്തരക്കാർക്ക് ഈ ഒരു സമയം അനുകൂലമായി വരുന്നതായിരിക്കും. ഭൂമി വാങ്ങാനുള്ള ഒരു സാഹചര്യം ചൊവ്വ തന്നെ ഒരുക്കി തരും. സാമ്പത്തികം റെഡിയാക്കി വെച്ചിട്ട് ഭൂമി ഒന്നും അനുകൂലമായി കിട്ടുന്നില്ല എന്നെങ്കിൽ അവർക്കിത് ഈ സമയം അനുകൂലമാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും സാധിക്കുന്ന സമയമാണ്. എന്തായാലും ഈ ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലിക്ക്, ഭൂമി വാങ്ങാൻ, വീട് വയ്ക്കാൻ ഒക്കെ സാധിക്കുന്ന സമയമാണ് രുചകയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അടുത്തൊരു രാശിയിലേക്ക് നമുക്ക് കടക്കാം. രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് രുചകയോഗം കൊണ്ട് ഏറെ ഗുണം ലഭിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ മകം, അതുപോലെ പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് രുചകയോഗം കൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത്. ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്ന് പറഞ്ഞു, അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ജോലിയിൽ ഒരു ഉന്നത സ്ഥാനം വഹിക്കാൻ കഴിയും. നിങ്ങൾ പോലീസിലോ മറ്റുള്ള ജോലികളിലൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഉയർച്ച, പ്രമോഷൻ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി വളരെ ഉയർന്ന നിലവാരത്തിലായിരിക്കും. സ്ഥലം, വസ്തു വാങ്ങിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയം ഇവർക്കും ഉണ്ടാകും എന്നുള്ളതാണ്. വളരെ കാലമായിട്ട് മോഹിച്ചു നടക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു രുചകയോഗത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഇത് ചെറിയൊരു യോഗമല്ല, വളരെ വലിയ യോഗമാണ് രുചകയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ സെറ്റും വലിയത് നിങ്ങളുടെ ഒരു സാമ്പത്തിക ശേഷി വരും എന്നുള്ളതാണ്. ലൈഫ് സെറ്റിൽഡ് ആവും. ലൈഫ് എവിടെയല്ലാതെ ചിന്നി ചിതറിക്കെടുക്കുന്നവർക്കാണെങ്കിൽ അത് സെറ്റായി വരുന്ന ഒരു സമയമായിരിക്കും ചൊവ്വ ഈ സൃഷ്ടിക്കുന്ന രുചകയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാതെ കിടക്കുന്നവർക്ക് വിവാഹം കാര്യങ്ങളൊക്കെ അനുകൂലമായി വന്ന് വിവാഹം കഴിക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ആ മംഗളകാരകനായ ആ ചൊവ്വയെ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ. അതുപോലെ തന്നെ ഭഗവാൻ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, അഥവാ മുരുകൻ. അല്ലെങ്കിൽ യുഗ്മരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹ സാധീകരണം ഉണ്ടാവും. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ചൊവ്വയുടെ സ്വന്തം രാശിയാണ് മേടം രാശി. ഈ മേടം രാശിക്കാർക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ, ചൊവ്വ അനുകൂലനായിട്ടാണ് നിൽക്കുക. അപ്പൊ മേടം രാശിയിൽ വരുന്ന, അതായത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യം വരുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ രുചകയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ പോരാ, ഇവർ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമായിരിക്കും. പുതിയ വാഹനം വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ വസ്തു, വീട്, ഇവർക്ക് ഇതൊക്കെ അനുകൂലമായി വരുന്ന സമയമായിരിക്കും. വിദേശ യാത്ര ഇവർക്ക് അനുകൂലമായി വരുന്ന സമയമായിരിക്കും. ആരോഗ്യം, മനസമാധാനം ലഭിക്കുന്ന സമയമായിരിക്കും. കാരണം പല അസുഖങ്ങളും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഈ ചൊവ്വയുടെ രുചകയോഗം കൊണ്ട് അതെല്ലാം മാറി ആരോഗ്യത്തിൽ വളരെയധികം പുരോഗതി വന്ന് ആ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി, അസുഖങ്ങളൊക്കെ മാറി ഇവർക്ക് ജീവിതത്തിൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയായിരിക്കും രുചകയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. ആരോഗ്യ സൗഖ്യം തന്നെ ഇവർക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, സാമ്പത്തിക സ്ഥിതിയിൽ വളരെ മെച്ചമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ
കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അകന്നു നിൽക്കുന്ന സഹോദരങ്ങളുമായിട്ട് അടുക്കാനുള്ള സമയം വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ അകന്നു നിൽക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ അടുത്തു വരാൻ സാധ്യത കൂടുതലാണ്. പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നവർ, കോടതി വ്യവഹാരങ്ങളായിട്ട് പോകുന്നവരൊക്കെ അത് കോടതിയിൽ നിന്നും അത് ഒരു തീരുമാനമായി സ്വന്തമായി ജീവിക്കാൻ, അതായത് സ്വന്തമായിട്ട് ഒരു തീരുമാനം ഒരുമിച്ച് ജീവിക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടി അടുത്ത് വരുന്നതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ അത്തരം ആൾക്കാർക്കൊക്കെ അവരുടെ വിവാഹ ജീവിതത്തിൽ പിരിഞ്ഞു നിൽക്കുന്നവരൊക്കെ ഒന്ന് അടുത്തു വരാനുള്ള സമയമാണ് ഈ രുചകയോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നും ഒരു വരുമാന മാർഗം, അതായത് വരുമാന മാർഗം ഉണ്ടെങ്കിൽ പോലും ചെറിയ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പുരോഗതി ലഭിക്കുക അല്ലെങ്കിൽ പ്രമോഷൻ ലഭിക്കുക, ഇതിനൊക്കെ സാധ്യത കൂടിയ സമയമാണ്. അതുപോലെ നമ്മൾ കടം കൊടുത്തിട്ട് കിട്ടാതെ കിടക്കുന്നവർക്കൊക്കെ ഈ ഒരു സമയം അത് അവർക്ക് ചോദിക്കാതെ തന്നെ ചിലപ്പോൾ തിരിച്ചു തരുന്ന സമയമായിട്ട് കാണാൻ കഴിയും നമുക്കിതിനെ. ഇപ്പൊ രുചകം കൊണ്ട് ഈ പറയുന്ന 3 രാശിക്കാർക്കും ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ മാസവും കറുത്ത വാവ് അഥവാ അമാവാസിക്ക് ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഭഗവാൻ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.